എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും ഈദ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഞാൻ വളരെ പോപ്പുലർ ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറബിക് ഡിഷ് മന്തിയാണ് ചെയ്യുന്നത്. മന്തി അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവത്തില്ലല്ലോ. ആക്ച്വലി ഇതിൻ്റെ ഒറിജിൻ എന്ന് വെച്ചാൽ യമനിലാണ്. അപ്പോൾ ഇതിൻ്റെ ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ്, അവരൊരു വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സ്പൈസസും റൈസും മീറ്റ് എല്ലാം കൂടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം ഹോം മെയ്ഡ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വേയിൽ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു 3 സ്റ്റെപ്പിലായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്രയും. ഒരു ഫുൾ ചിക്കനെ ഇങ്ങനെ ഒരു 5-6 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതിന് ഇതുപോലൊരു 3-4 കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ഫുൾ ബൾബ് ഓഫ് ഗാർലിക്കും എടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. അതിൻ്റെ 1 ക്യൂബ് മതി. ഇതിൽ 2 ക്യൂബ് കാണും, അതിൻ്റെ 1 ക്യൂബ് ഇട്ടാൽ മതി. പിന്നെ 2 ഡ്രൈഡ് ലെമൺ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വേണ്ടത് ബസ്മതി റൈസ്. അത് ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 250 ml കപ്പിലാണ് 3 കപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അരി ഒന്ന് കഴുകിയിട്ട് കുതിരാനായിട്ട് വെള്ളത്തിയിട്ട് വെക്കണം. ഇനി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം ആദ്യം. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഈ പാക്കറ്റിൽ 2 ക്യൂബ് കാണും, അതിൽ 1 ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം സ്പൈസസ് ഒക്കെ അപ്പടി തന്നെ ഇടാം. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാനിത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പം ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പൈസസ് ഒക്കെ അങ്ങനെ തന്നെ ഇടാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഉടയാതെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്നു നോക്കിയിട്ട് ഈ ഡ്രൈഡ് ലെമൺ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതിയാവും. ഇങ്ങനെ കത്തി കൊണ്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിനി ഒട്ടും ഉടയാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഈ വെള്ളത്തിൽ തന്നെ വേണം ഇനി അരി വേവിക്കാൻ. അപ്പോൾ 3 കപ്പ് അരിക്ക് ഓൾമോസ്റ്റ് ഒരു 7 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇതിൽ ഓൾറെഡി 1 കപ്പ് കാണുമെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇനി ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ അരി ഒന്ന് വറുത്തെടുക്കണം. ഒരു കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി വറുത്ത് വെച്ചേക്കുന്ന അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് വേവുന്ന വരെ അടച്ചു വെച്ചേക്കണം. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 കഷ്ണം നാരങ്ങ. ഇത്രയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി ഇത് ചിക്കൻ്റെ പുറത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം.
ഇത് കൈകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ഉടയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല സൂക്ഷിച്ച് ചെയ്യണം. അരപ്പെല്ലാം തേച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ തന്നെ വേണമെന്നില്ല, പാനിൽ വെച്ച് ഈസി ആയിട്ട് എടുക്കാം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് സൈഡ് ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഞാൻ 3 എണ്ണമാണ് ചെയ്യുന്നത്. ആദ്യത്തെ ടൊമാറ്റോ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. രണ്ടാമത്തേത് മിൻറ്റ് ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈരും, കുറച്ച് മിൻറ്റ് ലീവ്സ്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ മൂന്നാമത്തേത് 1 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് തൈരും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലെല്ലാം ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സൈഡ് ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓവനിൽ വെച്ചേക്കുന്ന ചിക്കൻ വെളിയിലെടുത്തിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചോറിൻ്റെ പുറത്തേക്ക് വെച്ചൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.